ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദജനകമാണെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ നിരയെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമാണ്. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് ബി.ജെ.പി അധികാരമുറപ്പിക്കുമ്പോൾ വളരെ ആധികാരികമായ ഒരു വിജയമാണ് അവർ നേടിയെടുത്തിരിക്കുന്നത്. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 50%-ഓളവും ആകെ സീറ്റുകളുടെ 2/3 നേടി 48 സീറ്റുകളോടെയാണ് ബി.ജെ.പി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. ഇതുമാത്രമല്ല, 12 വർഷക്കാലമായി ഡൽഹി ഭരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രധാന മുഖമായ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ വലം കൈയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയും അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രചാരണ കോലാഹലങ്ങൾ നയിച്ച രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചാരണം നയിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഡൽഹിയിൽ സംപൂജ്യരായിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇവിടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും എൻ.ഡി.എയും അവകാശപ്പെട്ടിരുന്നത് അവർ 400-ലധികം സീറ്റുകൾ നേടുമെന്നാണ്. എന്നാൽ ഫലപ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ മിന്നുന്ന പ്രകടനമാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല. എൻ.ഡി.എ സഖ്യം 400 സീറ്റുകൾ നേടും എന്ന് അവകാശപ്പെട്ടിടത്ത് 292 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ സീറ്റുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് 99 സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതോടുകൂടി തന്നെ ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രഭാവം അതിൻ്റെ അവസാന ദിശയിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. എന്നാൽ അതിനുശേഷം നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം അവലോകനം ചെയ്യുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം, അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ഹരിയാന, ഇപ്പോൾ ഡൽഹി. ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി.ജെ.പി അധികാര തുടർച്ച നേടിയെങ്കിൽ ഡൽഹിയിൽ അവർ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിയുടെ താരപ്രചാരകനായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയങ്ങളെല്ലാം ഒരു പരിധിവരെ ബ്രാൻഡ് മോഡിയുടെ വിജയമാണ്. ഇതിനോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. 2029 ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തന്നെയാവും. തുടർച്ചയായ 4ാം അവസരം നേടി ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സർക്കാർ തന്നെയാവും രാജ്യം ഭരിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ നരേന്ദ്രമോദി സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. തൻ്റെ 3ാമത്തെ അവസരം മാത്രമാണ് ഇപ്പോഴത്തേതെന്നും തുടർന്നും രാജ്യത്തിൻ്റെ സേവകനായി താൻ ഇവിടെ ഉണ്ടാകുമെന്നുമാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. മോദിക്കിപ്പോൾ 75 വയസ്സായി. 75 വയസ്സായി എന്ന കാരണം പറഞ്ഞ് ബി.ജെ.പിയുടെ സമുന്നത നേതാക്കളായിരുന്ന ലാൽ കൃഷ്ണ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പാർട്ടിക്കുള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് മോദി ബി.ജെ.പിയിൽ അധികാരം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ തനിക്ക് 75 വയസ്സാകുമ്പോൾ മോദി പദവി ഒഴിയുമെന്നാണ് ഏവരും വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഈ വിലയിരുത്തലുകൾ അപ്രസക്തമാക്കിക്കൊണ്ട് താൻ തന്നെ ബി.ജെ.പിയെ മുന്നോട്ട് നയിക്കുമെന്നും പ്രായം ഒരു പ്രശ്നമല്ല എന്നും അധികാരത്തിലേക്ക് 4ാം വട്ടവും തിരിച്ചെത്തുവാനുള്ള തൻ്റെ ആഗ്രഹവുമാണ് നരേന്ദ്രമോദി രാജ്യത്തോട് പാർലമെന്റിനുള്ളിൽ വെച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ബി.ജെ.പിക്ക് അനുകൂലമാണ്. ഈ രാജ്യത്തെ സിംഹഭാഗം സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയുടെയും സഖ്യകക്ഷികളുടെയും ഭരണമാണ്. പ്രതിപക്ഷം ആയുധങ്ങളില്ലാതെ, പോരാട്ടത്തിന് തന്ത്രങ്ങൾ മെനയാനാവാതെ, ബി.ജെ.പിയെ നേരിടാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ്. ബി.ജെ.പി 4ാം തവണ മാത്രമല്ല 5 തവണ തുടർച്ചയായി അധികാരത്തിൽ തിരിച്ചെത്തിയാലും, രാജ്യത്ത് നിലനിൽക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതായാലും രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ഇപ്പോഴത്തെ നിലയിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.